നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എൻ്റെ അടുത്ത് വിളിക്കുന്ന ഭൂരിഭാഗം ഭക്തരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം എന്നുള്ളത്. അതായത് പണം നമുക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരാതിരിക്കുക, അല്ലെങ്കിൽ ജോലിയുമായിട്ടുള്ള പ്രശ്നം. കാരണം ജോലി നന്നായിട്ടുണ്ടെങ്കിലല്ലേ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ സാമ്പത്തികം ഉണ്ടാകുക അല്ലെങ്കിൽ പണം ഉണ്ടാകുക ഇങ്ങനെയുള്ള വഴികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ തുറന്നു കിട്ടിയാലാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുക. ഭൂരിഭാഗം പേരുടെ ഒരു പ്രശ്നമാണ് ഈ സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ പണം ഇല്ലായ്മ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? വളരെ ലളിതമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കടുക് ഉപയോഗിച്ചിട്ടാണ്. കടുക് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. എല്ലാ ദിവസവും നമ്മൾ കടുക് കാണുന്നതാണ്, കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കടുകിന് ഇത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു, ഇത്രത്തോളം മഹിമയുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഉപ്പിനെ കുറിച്ചൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വീട്ടിലേക്ക് പുതിയതായിട്ട് താമസം മാറുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങുമ്പോഴൊക്കെ ഏറ്റവും ആദ്യം വാങ്ങേണ്ടത് കടുകും ഉപ്പുമാണെന്ന് പറയാം. അത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ കടുക് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കടുക് നിലത്ത് വീണ് കയ്യിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയ്യിൽ നിന്നൊക്കെ തട്ടി വീണ് കഴിഞ്ഞാൽ കലഹം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? വളരെ സൂക്ഷിച്ചത് കൈകാര്യം ചെയ്യണം എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് കടുകിൻ്റെ പ്രാധാന്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കടുക് ഉപയോഗിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ല കേട്ടോ, വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ. കാരണം അങ്ങനെ ദോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും ഈ സാമ്പത്തികത്തിലേക്കുള്ള വഴി അടഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ വാസ്തു ദോഷങ്ങളൊക്കെ മാറ്റാനായിട്ട്, അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു പരിധി വരെ നമുക്ക് മറികടക്കാനായിട്ട് കടുക് ഉപയോഗിച്ച് സാധിക്കും. ഞാൻ മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷ്മി ദേവിയുടെ സങ്കല്പത്തിൽ പേഴ്സിൽ ഈ ഏലക്കായും ഗ്രാമ്പുവും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ധനവരവിനായിട്ട്, ധനാകർഷണത്തിനായിട്ട് വളരെ നല്ലതാണെന്നുള്ളത്. അപ്പോൾ അതിന് ചുവടെയായിട്ടുള്ള കമൻസും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ട് അവരത് ചെയ്യാറുണ്ട്, അത് ചെയ്തതിന് ശേഷം പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മുൻപ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇതിന് ശേഷം ഇല്ല എന്നല്ലേ. അതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് കേട്ടോ ഇതൊക്കെ. പണ്ടുള്ളവർ, വളരെ പണ്ട് കാലത്തുള്ളവരൊക്കെ ചെയ്തിരുന്നതും ചിലരൊക്കെ ഇപ്പോഴും ചെയ്യുന്നതും, പിന്നെ ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. തീർച്ചയായിട്ടും ഫലം ലഭിക്കുമെന്നാണ് ചെയ്തിട്ടുള്ളവരുടെ വിശ്വാസം കേട്ടോ. അപ്പോൾ ചെയ്തു നോക്കുക എന്ന് പറയുമ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലല്ല, നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഫലിക്കും. അത്രയേറെ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കാനുള്ള, നെഗറ്റിവിറ്റി ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റിവിറ്റി നിറയ്ക്കാനുള്ള കഴിവ് കടുകിനുണ്ട്, അങ്ങനെയാണ് പറയാം. അപ്പോൾ അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരങ്ങൾ പറയാം. ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാനെ വെണ്ണയും ഓടക്കുഴലും പിടിച്ചിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല മിടുക്കനായിട്ടാണ് ഭഗവാനെ ചാർത്തിയിരിക്കുന്നത് കേട്ടോ. വലത്തേ കൈയിലാണ് വെണ്ണുരുള പിടിച്ചിരിക്കുന്നത്, ഇടത്തേ കൈയിലാണ് ഭഗവാൻ പൊന്നോടക്കുഴലും പിടിച്ചിരിക്കുന്നത്. അപ്പം ഇതിന് മുൻപത്തെ ദിവസവും ഇത് തന്നെയായിരുന്നു അലങ്കാരം. വെണ്ണയും ഓടക്കുഴലും തന്നെ ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്നേ. അന്ന് ഭഗവാനെ ആ വെണ്ണക്കുടത്തിന് കാവൽ നിർത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ കൂട്ടുകാരൻ. തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്കും വെണ്ണയൊന്നും കുടത്തിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെയും അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴേ ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയണേ, അതെ കൃഷ്ണ, ഇന്ന് ഞാനിവിടെ നിന്നോളാം വെണ്ണക്കുടത്തിന് കാവലായിട്ട്, നീ പോയിട്ട് മറ്റു കുട്ടികളെയൊക്കെ വിളിച്ച് വന്നാൽ മതി, എന്നാലേ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയണേ, അയ്യോ പാവം എന്നുള്ള രീതിയിൽ, അതെ ഞാൻ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. ചിലപ്പോൾ അവർ വിചാരിക്കും ഞാൻ അവരെ പറ്റിക്കാനായിട്ടാണ് വിളിച്ചു കൊണ്ടുവരുന്നതെന്നുള്ളത്. അപ്പോൾ പിന്നെ അവരെൻ്റെ കൂടെ വരില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇന്നും നീ തന്നെ പോയാൽ മതി, ഞാനിവിടെ നിന്നോളാം, വെണ്ണയൊന്നും ഞാൻ കഴിക്കേയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അതിനെ അനുനയിപ്പിച്ചിട്ട് ബാക്കിയുള്ള കൂട്ടുകാരെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് വിട്ടിരിക്കുക. എന്നിട്ട് ഭഗവാനും പഴയതുപോലെ തന്നെ ആ വെണ്ണയ്ക്ക് കാവൽ നിൽക്കുക. കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷിക്കുക എന്നല്ലേ അർത്ഥം. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ. സൂക്ഷിക്കണത് എങ്ങനെയാണെന്നറിയോ? സ്വന്തം വയറിനകത്താക്കിയിട്ട് ആ വെണ്ണക്കുടത്തിൽ നിന്ന് പിന്നെയും വെണ്ണ എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ. കഴിഞ്ഞ ദിവസത്തെ അതേപോലെ തന്നെ കൂട്ടുകാരൊക്കെ വരുമ്പോഴേക്കും ഇതൊക്കെ എന്താ കഴിച്ചു വെക്കണ്ടേ, എന്നാലല്ലേ അവർക്ക് സന്തോഷമാവുള്ളൂ. ഉണ്ണിക്കണ്ണൻ്റെ വയറൊക്കെ നിറഞ്ഞല്ലോ, യശോദാമ്മയുടെ പോലെ തന്നെയാണ് തൻ്റെ കൂട്ടുകാരും എന്നുള്ള സങ്കല്പത്തിലാണ്. എന്നിട്ട് വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ അവർക്കറിയാം എന്താണ്, കഴിഞ്ഞ ദിവസം വെണ്ണക്കുടം കാലിയായപ്പോഴും തങ്ങൾക്കുള്ളത് ഭഗവാൻ ഭദ്രമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു. ഓരോ ഭക്തർക്കുള്ള എല്ലാതും ഭഗവാന്റെ കയ്യിൽ ഭദ്രാണ്. നമ്മൾ ഭഗവാൻ വിളിച്ചാൽ മാത്രം മതി, എന്തും വേണ്ടുവോളം ഭഗവാൻ നമുക്ക് നൽകും. അങ്ങനെയാണ് പറയണത്. അപ്പോൾ വിശ്വാസത്തോട് കൂടിയിട്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഇന്നലത്തെ അലങ്കാരം വളരെ മനോഹരമായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. 3 തിരുമുടി മാലകളുണ്ട് ഭഗവാന്. അതിൽ ഏറ്റവും മുകളിലുള്ളത് താമരയുടെ ഇതൾ കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. നടുഭാഗത്തായിട്ട് കുറച്ച് തെച്ചി കോർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ടമാലയിൽ തെച്ചി നന്ദ്യാർവട്ടം, തെച്ചി നന്ദ്യാർവട്ടം, അങ്ങനെ മാറി മാറി കോർത്തിരിക്കാം. പിന്നെ ഒരു ഉണ്ടമാലയിലാട്ടോ തിരുമുടിമാലയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുമുടിമാലയിലെ 3ാമത്തേതിലെ 3 നിറങ്ങളുണ്ട്. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. പിന്നെ ഭഗവാന് 2 ഉണ്ടമാലകളാണ്. 2 ഒരേപോലെയുള്ള മാലകളാണ് കേട്ടോ. അത് തെച്ചിയും തുളസിയാണ്. തെച്ചി തുളസി, തെച്ചി തുളസി, അങ്ങനെ മാറി മാറി കോർത്തിരിക്കുന്നത്. ഭഗവാനെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകങ്ങളുണ്ട്. വലിയ കാതുപൂക്കളുണ്ട്. 2 തോളുകളിലും തിലകങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഭഗവാൻ. മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട്. ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലാണ്. വലത്തെ കയ്യിൽ വെണ്ണ ഉരുളിയും കൂടെ പിടിച്ചിരിക്കുക. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വീതിയുള്ളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടുകോണകമൊന്നും കാണാനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന്. പക്ഷെ ഇന്നലത്തെ വീഡിയോയിൽ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു. പട്ടുകോണകം അണിഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അരയിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കാലുകളിലെ കാൽത്തളകളും അണിഞ്ഞിട്ടാണ് നല്ല സന്തോഷവാനായിട്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് ഒരു വികൃതി കണ്ണൻ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വികൃതിയായിട്ടുള്ള നമ്മുടെ ഭഗവാന്റെ രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ വികൃതിയായിട്ടുള്ള നമ്മുടെ ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് പോയത് കേട്ടോ. ഗണപതിയുടെ അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ളിൽ അവിടേക്ക് ഒന്ന് കയറിപ്പെടാനായിട്ട് ഒന്ന് പണിപ്പെട്ടു കേട്ടോ. നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? അതിമനോഹരമായിട്ട് ആ ഗണപതിനെ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു. വളരെ 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 മനോഹരം എന്ന് വേണം പറയാനായിട്ട്. മള്ളിയൂർ ഗണപതി ഉണ്ടല്ലോ, ഗണപതിയുടെ ആ മടിയിലായിട്ട് ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്ന ആ ഒരു ഭാവം അങ്ങനെയായിട്ടായിരുന്നു കേട്ടോ. അത് ഇത്രയും ചെറിയ ഒരു വിഗ്രഹത്തിൽ എത്ര ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നതെന്ന് തോന്നും. നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാനായിട്ടും സാധിക്കില്ലേ? ഗുരുവായൂരപ്പൻ്റെ അലങ്കാരങ്ങൾ കുറച്ച് ദൂരെ നിന്നല്ലേ കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഗണപതിയുടെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാം. അപ്പോൾ നല്ല സന്തോഷം തോന്നിയിരുന്നു കേട്ടോ. 2 പേരും കൂടെ ഒരുമിച്ചിരിക്കുക. അല്ലെ, ഗണപതിയെ ചാർത്തിയിരിക്കുന്നത് കാണാനും ഭംഗിയുണ്ട്. ഉണ്ണിക്കണ്ണനൊക്കെ ചെറിയൊരു ഉണ്ണിയാണ്, പക്ഷെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. ഗണപതിക്ക് ഒരു കറുപ്പ് നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നു, നല്ല സ്വർണ്ണത്തിളക്കൊക്കെ കൂടിയിട്ടുള്ളത്. പിന്നെ ഒരു ചുവന്ന ഒരു ഉത്തരീയം കൂടെ ഉണ്ട്. അപ്പോൾ ഉത്തരീയം ഒരു ഭാഗത്തോടെ ഇങ്ങനെ ഇട്ടിട്ട് ഇടത് ഭാഗത്തെ ആ ഉത്തരീയത്തിൻ്റെ ഒരു തലപ്പുണ്ടല്ലോ, അത് ഭഗവാനെയും കൂടെ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. 3 മാലകൾ ഗണപതി ഇട്ടിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടത്തിൻ്റെ അവിടെ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഒരു വീതിയുള്ള ഒരു ഭാഗമുണ്ട് കിരീടത്തിന്. പിന്നെ കുറച്ച് ഡിസൈനുകളൊക്കെ ചെയ്തിട്ട് ഈ പ്രഭാവലയുണ്ടല്ലോ, അതൊരു മാല പോലെ കുറച്ച് അത്ര വലുപ്പമുള്ളതല്ല, ചെറിയൊരു പ്രഭാവലയൊക്കെ ആയിട്ടുള്ള ഒരു കിരീടമാണ് ഗണപതി അണിഞ്ഞിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം പറയണം. തൊട്ടടുത്തായിട്ട് ഗണപതിയുടെ മടിയിൽ, ഗണപതിയുടെ ഇടതുഭാഗത്തായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് ഭഗവാൻ. കയ്യിൽ ഓടക്കുഴിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് അത് ഭഗവാനാണ് നമുക്ക് തിരിച്ചറിയും. എങ്ങനെയെന്നറിയാം? തലയിലുള്ള പീലി ഒരു യഥാർത്ഥ മയിൽപ്പീലിയാണ് കേട്ടോ ശിരസിൽ ചൂടിക്കൊടുത്തിരിക്കുന്നത്. കയ്യിൽ ഓടക്കുഴിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിലാണ്. അരയിൽ മഞ്ഞപ്പട്ടൊക്കെ ചുറ്റിയിരിക്കുന്നത്. അലങ്കാരങ്ങളൊക്കെ ഭഗവാനും ഉണ്ട് കേട്ടോ. സ്വർണ്ണപ്പൊട്ടുകൾ കാതുകളിൽ വെച്ചിട്ടുണ്ട്. കൈവളകൾക്കും തോൾവളകൾക്കൊക്കെ പകരമായിട്ട് പട്ടുകൊണ്ടാണ്, ചുവന്ന പട്ടുകൊണ്ടൊക്കെയാണ് അലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നത്. നല്ല സർവാഭരണ വിഭൂഷിതനായിട്ട് തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. നല്ല സുന്ദരനായിട്ട് തന്നെയാണ് ഗണപതി ഇരിക്കുന്നത്. മള്ളിയൂർ ഗണപതി ആയിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അത്ര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, ഗണപതിനെയും ഭഗവാനെയും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഭഗവാനോടൊപ്പം ഭഗവാനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഗണപതിയുടെ ആ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്കും ഒപ്പം നമ്മുടെ ഭഗവാനും മുന്നിൽ ഒന്നും കൂടി ഒന്ന് നമസ്കരിച്ചോളൂ. മനസ്സുകൊണ്ട് ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം. ഭഗവതി വളരെ ലളിതമായിട്ടാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. ചുവന്നൊരു പട്ട് കൊടുത്തിട്ടുണ്ട്. അലങ്കാരങ്ങളൊക്കെ വളരെ ലളിതമാണെങ്കിൽ നല്ല സന്തോഷമുണ്ട് മുഖത്ത്. എനിക്ക് തോന്നിയത് ഗണപതിയുടെ അടുത്തേക്ക് ഓടിപ്പോകാനായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കും. കാരണം ഭഗവാൻ ഇരിക്കുന്നുണ്ടല്ലോ അടുത്ത്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഒരുമിച്ച് കൂടാം എന്നുള്ള ഒരു ഭാവമൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഭഗവതിക്ക് മുഖത്തിൽ കേട്ടോ. പിന്നെ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു മാങ്ങാപ്പാലയ്ക്ക, പിന്നെ ഒരു മാല കാതിൽ പൊട്ടുകൾ വെച്ചിട്ട് ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റിയിൽ ഗോപി വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടത്തിൻ്റെ അവിടെ
ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊരു കുഞ്ഞു കിരീടം ഈ ചാർത്തിയിട്ട് തട്ടുതട്ടുകൾ പോലെ ചെറിയ ചെറിയ തട്ടുകളാണ്. അതിന് മുകളിൽ 3 കുഞ്ഞു പീലികൾ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാം. അങ്ങനെ ഒരു ഡിസൈനാണ് കേട്ടോ. അത് വളരെ നേർത്തതാണ്, വളരെ ചെറിയൊരു കിരീടമൊക്കെയാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയുടെ അലങ്കാരം. എല്ലാവരും ആ രൂപമൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടോളൂ, നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ വന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ അയ്യപ്പനെ കാണാനായിട്ടാണ് പോകുന്നത്. നല്ല മഞ്ഞ പട്ടെടുത്തിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. മുദ്രയൊക്കെ പിടിച്ചിട്ട് അതിൽ ഈ വട്ടത്തിൽ ഇങ്ങനെ സ്വർണ്ണ പൊട്ടും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സ്വർണ്ണമാലകൾ അണിഞ്ഞിട്ട്, പിന്നെ ഒരു ചുവന്ന പട്ട് കൊണ്ട് മാല, പിന്നെ ഒരു വെള്ള നൂല് കൊണ്ടൊരു മാല. കാതുകളിൽ വലിയ സ്വർണ്ണ പൊട്ടുകളുണ്ട്. നല്ല ഭംഗിയിൽ ചിരിച്ചിട്ടൊക്കെയാണ് കേട്ടോ അയ്യപ്പൻ ഇരിക്കുന്നത്. നെറ്റിയിലൊരു പൊട്ട് വെച്ചിട്ട്, പിന്നെ അയ്യപ്പൻ്റെ ഒരു കിരീടമുണ്ട്, സ്വർണ്ണ നിറത്തിലൊരു കിരീടം, അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. നല്ല തിളക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാലകളുടെ ആണെങ്കിലും ഉടയാടയുടെ ആണെങ്കിലും ആ സ്വർണ്ണ പൊട്ടുകളുടെയൊക്കെ ആണെങ്കിലും നല്ല തിളക്കത്തോട് കൂടിയിട്ടിരിക്കുന്ന, ഭംഗിയുള്ള മുഖച്ചാർത്തോട് കൂടിയിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് കടുക് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന സാമ്പത്തികപരമായിട്ട് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിത്യേന നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഇപ്പോൾ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ചെയ്യുന്നതാണ്, ഈ ഉപ്പും മുളകും കടുകും കൂടിയിട്ട് ഉഴിഞ്ഞിടുക എന്നുള്ളത്. അത് കണ്ണേറ്, പൊതുദൃഷ്ടി ദോഷങ്ങൾ, നെഗറ്റീവ് എനർജീസ്, അതിപ്പം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഉഴിഞ്ഞിടുമെന്ന് പറയാറുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വീടുകളിൽ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഒന്നാണ് ഈ കടുക് കിഴി കെട്ടിയിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ശരിക്കും വീടൊക്കെ പണിയുന്ന സമയത്ത് വാസ്തുവൊക്കെ നോക്കണം എന്നാണല്ലോ പറയുക. അതിനെ അറിയുന്നവർ, അതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരെ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് നോക്കിച്ച് അറിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ മാറ്റാനായിട്ട് ചിലപ്പോൾ അതിന് ചില ഓൾട്ടറേഷൻസ് നടത്തേണ്ടിയും വരും. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട്, കാരണം ഈ വാസ്തുദോഷവും അതേപോലെ തന്നെ സാമ്പത്തികവും എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഏറ്റവും ആദ്യം വന്നിട്ട് ആക്രമിക്കുക സാമ്പത്തികത്തിനാണെന്ന് നമുക്ക് തോന്നൂലേ. അപ്പം അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു ഉപായം എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഈ കടുക് ഉണ്ടല്ലോ, കടുക് കിഴി കെട്ടിയിട്ട്, കിഴി എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഉണക്കിയിട്ടുള്ള കടുക് എടുക്കുക. എന്നിട്ട് കടുക് ലക്ഷ്മി ദേവിയുടെ ആണെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട്, നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കടുക് കിഴികെട്ടുക എന്ന് വെച്ചാൽ ഒരുപാടെടുത്ത് കിഴികെട്ടുക എന്നല്ല കേട്ടോ അർത്ഥം. ചെറിയൊരു കിഴികെട്ടുക, നല്ല വൃത്തിയുള്ള കഴുകി വൃത്തിയാക്കിയിട്ടുള്ള തുണിയിലെടുക്കാം. അല്ലെങ്കിൽ പട്ടിലൊക്കെ ചിലവർ ചെയ്യാറുണ്ട്. അതായത് മഞ്ഞപ്പട്ട് അല്ലെങ്കിൽ പച്ചപ്പട്ട്, ഇതൊക്കെ മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട നിറങ്ങളാണല്ലോ. ഇതിൽ കെട്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ മുൻവശം, വാതിലിൻ്റെ വശം, അവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ആർക്കും കണ്ണിൽ പെടാത്ത രീതിയിൽ കൊണ്ടുവയ്ക്കാം. ഈ കടുകിൻ്റെ ഒപ്പം തന്നെ പച്ചക്കർപ്പൂരമൊക്കെ ഇടുന്നതും വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. ഈ പച്ചക്കർപ്പൂരത്തിനെ കുറിച്ച് മുൻപും പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള, അനുഗ്രഹമുള്ള വസ്തുക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തൂക്കിയിടാം. അതേപോലെ തന്നെ ഗേറ്റൊക്കെ ഉണ്ടല്ലോ, മുൻവശത്തുള്ള ഗേറ്റൊക്കെ, അവിടെയൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാത്ത രീതിയിൽ, കണ്ണിൽ പെട്ടതുകൊണ്ട് ദോഷം ഉണ്ടായിട്ടല്ല. അവർ ചോദിക്കും ഇതെന്തിനാ വേണ്ടി ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അത് വിശദീകരിക്കാനായിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഈർപ്പൊക്കെ തട്ടാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ കടുകൊക്കെ ചിലപ്പോൾ ഇരുന്നിട്ട് മുള പൊട്ടിയെന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഈർപ്പം തട്ടാത്ത രീതിയിൽ നമുക്ക് മുൻവശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തൂക്കിയിടാം. അങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് കിഴി കെട്ടണം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ കുറച്ച് കല്ലുപ്പാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം ആണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ അത് അവിടെ ഇരുന്നോളും, അത് എവിടേക്കും ഓടിപ്പോകില്ല. പക്ഷെ കടുക് അങ്ങനെയല്ലല്ലോ. അത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് എവിടേക്കെങ്കിലും ഓടിപ്പോകും. പ്രത്യേകിച്ച് കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എവിടേക്കെങ്കിലും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് കിഴി കെട്ടിയിട്ട്, അല്ലെങ്കിൽ അത്രയും കിഴിയായിട്ട് വെക്കണം എന്ന് പറയാറുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. ഇത് വളരെ പണ്ടുള്ളവരൊക്കെ ചെയ്തിരുന്നു, ഇന്നത്തെ കാലത്തും ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ നോർത്തിലേക്കൊക്കെ പോകുമല്ലോ, അവിടെ ഉള്ളവരൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അവർ വീട്ടിലുള്ള അങ്ങനത്തെ ദോഷങ്ങൾ, നെഗറ്റീവ് എനർജീസ് ഒക്കെ മാറാനായിട്ട് ഈ കടുക് കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ലഭിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നെയും ആവർത്തിച്ച് ചെയ്യുന്നത്. അപ്പോൾ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടുക് ഇങ്ങനെ കിഴി കെട്ടിയിട്ട്
കൊണ്ടുപോയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാന വാതിലിൻ്റെ അവിടെയൊക്കെ വെക്കുക, അല്ലെങ്കിൽ മുൻവശത്ത് വെക്കുക എന്നൊക്കെയാണ് കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനി അത് കൂടാതെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും ശുദ്ധിയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ കടുക് വിതറുന്നുള്ളത്. കടുക് വിതറിക്കഴിഞ്ഞാൽ എന്താ, നെഗറ്റിവിറ്റീനെയൊക്കെ അത് മാറ്റിക്കളയും എന്നാണ് പറയുക. അപ്പോൾ നെഗറ്റിവിറ്റീനെ മാറ്റാനായിട്ട് വീടുകളിലും അകത്തളങ്ങളിലുമൊക്കെ കടുക് വിതറുന്നതും നല്ലതാണെന്ന് പറയാറുണ്ട്. കടുക് വീണ് കഴിഞ്ഞാൽ കലഹമുണ്ടാകുന്നു എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. കടുക് അത്രയും വിലപ്പെട്ടതായിരുന്നു പണ്ട് കാലത്ത്. പോയി കഴിഞ്ഞാൽ അത് പെറുക്കിയെടുക്കാനായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. പണത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കൊണ്ടാണ് കടുക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കടുക് വീണ് കഴിഞ്ഞാൽ കലഹമുണ്ടാകും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് അങ്ങനെ കലഹവും ഉണ്ടായിരുന്നു. കാരണം ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടേ, ഇത് നഷ്ടപ്പെട്ടു പോയില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു വഴക്ക് വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ കടുകിനെ ശുദ്ധീകരിക്കാനായിട്ട് വീട്ടിലെ അകത്തളങ്ങളിൽ വിതറുന്നത്, അത് നിറയെ വിതറിയിടല്ല കേട്ടോ. അതായത് എല്ലാ മൂലയ്ക്കും ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും ഓടി എത്തിക്കുള്ളൂ. അങ്ങനെ ഇടുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പിന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ കടുക് സൂക്ഷിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിലെ ഒരു നാണയം ഇട്ട് വെക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ്, ഇപ്പോൾ കടുകിൻ്റെ കിഴിയാണെങ്കിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ എത്രത്തോളം നാൾ സൂക്ഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 മാസമൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാം. അത് അവിടെ നിന്ന് മാറ്റിയിട്ട് പിന്നെ പുതിയത് വെക്കാം, അങ്ങനെ പറയാറുണ്ട്. അതേപോലെ തന്നെ ഈ പാത്രത്തിൽ, കടുകും പാത്രത്തിൽ ഈ ഇപ്പോൾ നാണയങ്ങൾ, മൂല്യമുള്ള നാണയങ്ങൾ, 5 രൂപയുടെയോ 10 രൂപയുടെയോ കോയിൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് വെക്കാം. അത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലായിട്ട് ഏകദേശം ഒരു മാസമൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും 5 രൂപയുടെയാണ് ഇടുന്നതെങ്കിൽ എല്ലാം 5 രൂപയുടെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. 10 രൂപയുടെ കോയിനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ 10 രൂപയുടെ. അപ്പോൾ ഒരു മാസം ഇടുമ്പോൾ ഒരു 8 എണ്ണം ഉണ്ടാകുമല്ലോ. അതായത് ചൊവ്വയും വെള്ളിയും വരുമ്പോൾ എത്രത്തോളം ചൊവ്വ വെള്ളികൾ വരുന്നുണ്ടോ എല്ലാ ചൊവ്വയും വെള്ളിയും മുടക്ക് കൂടാതെ അങ്ങനെ ഇടാനായിട്ട് ശ്രമിച്ചു നോക്കും. അങ്ങനെയും പണ്ടുള്ളവർ ചെയ്തിരുന്നു. ഇതൊക്കെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ജനിക്കുമല്ലോ, അവരുടെ ജനിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കുറച്ച് ദിവസം ആ പുലവാലായ്മയൊക്കെ കഴിഞ്ഞാൽ കൂടുതലും നോർത്ത് സൈഡിലൊക്കെയാണ് കാണുക. പക്ഷെ മലയാളികളും ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്യുന്നവരുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾക്ക് അവർക്ക് കിടക്കാനായിട്ട് കുഞ്ഞു തലയിണകൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അതിന് പകരമായിട്ട് കടുക് നിറച്ചിട്ടുള്ള ഒരു കുഞ്ഞു കിഴി പോലെ കിട്ടും. എന്നിട്ടത് തലയിണ പോലത്തെ സങ്കല്പമാണ് കേട്ടോ. എന്നിട്ട് കുട്ടികൾക്ക് തലയ്ക്കടിയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ രണ്ടുണ്ട് ഗുണം. ഈ കുട്ടികളുടെ തലയ്ക്ക് ഇപ്പോൾ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പല രീതിയിലൊക്കെ ആയിരിക്കും, ആകൃതിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ആകൃതി വരാനും ഒപ്പം തന്നെ അവിടെയുള്ള കംപ്ലീറ്റ് നെഗറ്റിവിറ്റീസിനെ മാറ്റാനുമായിട്ട്. ചെറിയ കുട്ടികളാകുമ്പോൾ അനാവശ്യമായിട്ട് വാശി പിടിച്ച് കരയുന്നവരുണ്ടായിരിക്കും. കാരണം നമുക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള ശക്തികളുണ്ട്, നമുക്ക് കാണാത്ത അദൃശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ശക്തികളുണ്ട്. അപ്പോൾ എന്താണ്, അതിൻ്റെയൊക്കെ പ്രഭാവം ഇല്ലാതിരിക്കാനായിട്ട്, അതിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടുക് നിറച്ചിട്ടുള്ള തലയണയിൽ കുട്ടികളെ കിടത്തുന്നത്. അപ്പം അങ്ങനെയും കാണാറുണ്ട്. ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്നവരാണെങ്കിലും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നവരാണെങ്കിലും അവർക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നീക്കം ചെയ്യാനായിട്ടും ഈ കടുക് കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉപയോഗപ്പെടുന്നതാണ് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്തെ, ആ സുഹൃത്ത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അവർ വിദേശത്തായിരുന്നു കേട്ടോ, UK-ലാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നിന്ന് ആ കുട്ടിയുടെ അമ്മ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ കടുക് കൊണ്ട് ഒരു കുഞ്ഞു തലയിണയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലത്തെ സങ്കല്പമാണ് അവിടെ വരുന്നത്. കുട്ടിയുടെ തലയ്ക്ക് ഒരു ഷേപ്പ് ഉണ്ടാകാനും ഒപ്പം തന്നെ നെഗറ്റിവിറ്റീസിനെ മാറ്റാനുമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലോ, മലയാളിയായിട്ടുള്ള കുട്ടിയാണത് എൻ്റെ സുഹൃത്ത്. അപ്പോൾ അവരതങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും ചെയ്യുന്നത് അല്ലെങ്കിൽ പണ്ട് മുതലേ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ചിലർക്കൊന്നും ഇത് അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാനായിട്ട് സാധിക്കുക. പിന്നെ അത് കൂടാതെ ഈ കടുകെണ്ണ ഉണ്ടല്ലോ, ഇത്രയും ഫലമുള്ളതാണത്. അത് ഭക്ഷണത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടിയിട്ടും അല്ലെങ്കിൽ പിന്നെ വിളക്കൊക്കെ കൊളുത്തുന്ന സമയത്ത് ഇപ്പം എണ്ണയ്ക്ക് അല്ലെങ്കിൽ സാധാരണ എണ്ണയ്ക്കോ വെളിച്ചെണ്ണയ്ക്കോ നെയ്യിനോ പകരമായിട്ട് കടുകെണ്ണയ്ക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തിരി കത്തിക്കുന്നതെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിനെ മുഴുവനായിട്ട് അത് ശുദ്ധീകരിക്കും. അങ്ങനെയും കൂടെ പറയാറുണ്ട്. അപ്പോൾ കടുകിൻ്റെ എല്ലാത്തിനും, കടുക് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റിവിറ്റിയാണ് ലഭിക്കുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് കടുക് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം എന്ന് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിലല്ല, വിശ്വാസത്തോട് കൂടിയിട്ടൊന്ന് ചെയ്തു നോക്കൂ. ചെയ്ത് നോക്കാറ് നമുക്കിതിനെ ഒരുപാട് ഭാരിച്ച ചിലവുകളൊന്നും വരാത്തതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ടോ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ചെയ്യാറുണ്ടോ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ടും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇത് അറിയാത്തവർക്കായിട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാകും. അപ്പം അങ്ങനെയുള്ളവർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ടും കൂടെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ മുൻപ് ചെയ്ത വീഡിയോയിലുള്ള ആ കാര്യങ്ങളും ചെയ്തോളൂ, ഒപ്പം തന്നെ ഇതും ഒന്ന് ചെയ്തു നോക്കിക്കോളൂ. തീർച്ചയായിട്ടും വിശ്വാസത്തോട് കൂടിയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കുക, കമൻസ് ആയിട്ടും കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ, പിന്നെ പുതിയ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.